ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായി എങ്ങനെ ഒരു അടിപൊളി വിൻറ്റേജ് ബുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് A4 സൈസ് പേപ്പർ എടുത്ത് അതിൻ്റെ നടുവിലൂടെ മടക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. A4 സൈസ് മടക്കിയാൽ കിട്ടുന്ന ആ ഒരു വണ്ണത്തിലാണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്യാൻ പോകുന്നത്. കീറിയെടുത്ത പേജിൻ്റെ സൈഡും ഇതുപോലെ കീറിയെടുക്കുന്നുണ്ട്. അത് ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാനാണ് ഇങ്ങനെ ചെയ്തത്. പഴയ പേപ്പറിൻ്റെ ലുക്ക് കിട്ടാനായി ചായപ്പൊടി തിളപ്പിച്ച് ആ വെള്ളത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പേപ്പർ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഉണക്കാനായി ഞാനിവിടെ ഇസ്തിരി പെട്ടിയാണ് ഉപയോഗിച്ചത്. അപ്പം നമ്മുടെ പേപ്പർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ചെറുങ്ങനൊന്ന് ചുളിച്ച് കൊടുക്കുക. അപ്പം ഒരു പഴയ ലുക്ക് കിട്ടും. ശേഷം ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ആക്കിയെടുക്കുക. അപ്പം നമ്മുടെ പേപ്പേഴ്സിൻ്റെ സൈഡ് ഇതുപോലെ ഒന്നായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ പേപ്പേഴ്സും വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ബൈൻഡിങ് ചെയ്യുന്നില്ല, പകരം പശ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പേപ്പേഴ്സും അതുപോലെ ഒട്ടിച്ചെടുത്തപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതുപോലൊരു ലെതർ എടുക്കുക. ഞാനിവിടെ പഴയ ബാഗിൻ്റെ ലെതറാണ് എടുത്തത്. ആ കാണുന്ന കലകൾ ഞാൻ ആദ്യം ഫെവിക്കോളെ കൊണ്ട് ഒട്ടിക്കാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല. ഞാൻ ഗ്ലൂ ഗണ്ണ് കൊണ്ടാണ് ഒട്ടിച്ചത്. നിങ്ങൾക്ക് ഫെവിക്വിക്ക് ഉണ്ടെങ്കിൽ ഫെവിക്വിക്കും എടുക്കാം. ഇതുപോലെ 2 കാർഡ്ബോർഡ് കഷ്ണങ്ങളെടുത്ത് 2 സൈഡിലായി ഒട്ടിച്ചു കൊടുക്കുക. ശേഷം പുറത്തോട്ട് നിൽക്കുന്ന കഷ്ണങ്ങൾ ഇതുപോലെ മടക്കി ഉള്ളോട്ടായി ഒട്ടിച്ചു കൊടുക്കുക. അടുത്തത് നമ്മൾ തയ്യാറാക്കി വെച്ച ബുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റൈൽ ചെയ്യാനായി ഇതുപോലൊരു റോപ്പ് കൂടി കെട്ടിക്കൊടുക്കുക. അപ്പം നമ്മളെ വിൻറ്റേജ് ബുക്ക് റെഡി ആയി കഴിഞ്ഞു. 1-2 പേജസിൽ ഞാൻ ഇതുപോലെ എഴുതിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഭംഗിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.